നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നമുക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ടല്ലേ. പക്ഷെ ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. സോ ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യദേവി. നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള നിമിഷങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതിനെക്കുറിച്ച് താങ്ക്ഫുൾ ആവുകയും ചെയ്യുന്നതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണെന്ന് നമുക്ക് തോന്നാം, പക്ഷെ അത് നമുക്ക് നൽകുന്ന എനർജി വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ ചെറുതിലേ നിന്ന് തന്നെ അവരിൽ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് കുട്ടികളിൽ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നോക്കാം. ഓരോ ദിവസവും നമ്മൾ അവരോട് ചോദിക്കണം, ഈ ഒരു പർട്ടിക്കുലർ ഡേയിൽ അവരെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന്, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഏത് കാര്യത്തിനാണെന്ന് ചോദിക്കുക. എന്നിട്ട് എഴുതാനൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരോട് എഴുതി വെക്കാൻ പറയുക. പെയിൻറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അതിനെക്കുറിച്ചൊരു പെയിൻറ്റിങ് തയ്യാറാക്കാൻ പറയുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ അവരിൽ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, ഒരു ചെറിയ കാര്യം ആയിക്കോട്ടെ, ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയോട് നിറഞ്ഞ മനസ്സോടെ ഒരു താങ്ക്സ് പറയാൻ നമുക്ക് അവരെ പഠിപ്പിക്കാം. ആ ഒരു വേർഡ് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. മറ്റൊരു പ്രധാന കാര്യം, നമ്മളെങ്ങനെയാണോ അത് കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത് എന്ന് തന്നെയാണ്. അതായത് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവരുടെ സന്തോഷങ്ങൾ അവർ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. അതുപോലെ തന്നെ മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം എന്ന് കുട്ടികൾ കണ്ടുപിടിക്കുന്നത് നമ്മളുടെ അടുത്ത് നിന്ന് തന്നെയാണ്.